നമസ്കാരം. മദ്യനയ അഴിമതി കേസിൽ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയാണ്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED അറസ്റ്റ് ചെയ്തതിനെതിരായ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ബുധനാഴ്ച രാവിലെ 10:30-ഓടെയാണ് കേജ്രിവാളിന്റെ അഭിഭാഷകൻ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് മുമ്പാകെ വിഷയം ഉന്നയിച്ചെങ്കിലും അടിയന്തരവാദം കേൾക്കാനാകില്ലെന്നറിയിച്ച് ഹർജി മാറ്റിവെച്ചു. കൂടാതെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സുപ്രീം കോടതിക്ക് ഇമെയിൽ വഴി അയക്കാനും നിർദ്ദേശം നൽകി. ഇത് കേജ്രിവാളിന് തിരിച്ചടിയാകും. ഇക്കാര്യത്തിൽ അടിയന്തരവാദം കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഇത് കേജ്രിവാളിന് തിരിച്ചടിയാകും. ഹൈക്കോടതി ഉത്തരവ് തെറ്റായ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അപ്പീൽ നൽകിയിരുന്നത്. തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനാണ് അറസ്റ്റ് എന്ന കേജ്രിവാളിന്റെ വാദവും ഹൈക്കോടതി തള്ളിയിരുന്നു. EDയുടെ സമൻസ് നിരന്തരം തള്ളി കേജ്രിവാളാണ് നടപടികൾ വൈകിപ്പിച്ചത്. മുഖ്യമന്ത്രിയും സാധാരണക്കാരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാവാതിരിക്കുന്നതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ കേജ്രിവാൾ ജയിലിൽ തുടരാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസിന്റെ നിലപാട് നിർണായകമാകും. കേജ്രിവാൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിലാണ്. അറസ്റ്റ് നടപടി അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്നതിനാൽ കേജ്രിവാൾ ഇതുവരെ ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇതിനിടെയാണ് അറസ്റ്റിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളിയത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിലെ ഹർജി നിർണായകമാണ്. ഇതും തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ജാമ്യം നേടാൻ ശ്രമിക്കേണ്ടി വരും. ഇതിനൊപ്പം ഡൽഹി മുഖ്യമന്ത്രിയായി തുടരുന്നതിലെ അസ്വാഭാവികതയും ചർച്ചയാകും. ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടന്ന് സംസ്ഥാന ഭരണം നിർവഹിക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ ചോദ്യം ചെയ്താണ് കേജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ അറസ്റ്റും റിമാൻഡും ശരിവെച്ച ഡൽഹി ഹൈക്കോടതി നിയമ നടപടികളിൽ രാഷ്ട്രീയ പശ്ചാത്തലം ഒരു ഘടകമല്ലെന്ന് വിശദീകരിച്ചു. ഇത് ആം ആദ്മി പാർട്ടിക്ക് കടുത്ത തിരിച്ചടിയായി. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായി സുപ്രീം കോടതിയിൽ പോയത്. സമൂഹത്തിൽ മുൻനിരയിലുള്ള വലിയ പിന്തുണയുള്ളവർക്കെതിരായ അന്വേഷണത്തിൽ വേർതിരിവ് കാണാനാവില്ലെന്ന് പറഞ്ഞ ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അറസ്റ്റ് ചെയ്ത സമയം ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട പരാതികളും പരിഗണിച്ചില്ല. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയെന്നും ഒരു കമ്പനി അല്ലെന്നുമുള്ള വാദം തള്ളിയ കോടതി കമ്പനികൾക്കുള്ള PMLA നിയമത്തിലെ 70-ാം വകുപ്പ് ഇവിടെ ബാധകമാകുമെന്നും വിലയിരുത്തി. ഒരു കമ്പനി PMLA നിയമം ലംഘിച്ചാൽ അതിന്റെ ചുമതല വഹിച്ചിരുന്നവരെയും കുറ്റവാളിയായി കണക്കാക്കുമെന്നതാണ് പ്രസ്തുത വകുപ്പ്. മാപ്പുസാക്ഷികളുടെ മൊഴിക്കെതിരെയുള്ള വാദങ്ങളും അംഗീകരിച്ചില്ല. 3 പേരാണ് കേസിൽ മാപ്പുസാക്ഷികളായി കേജ്രിവാളിനെതിരെ മൊഴി നൽകിയത്. മദ്യനയവുമായി ബന്ധപ്പെട്ട കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും ഇടപാടിലൂടെ ലഭിച്ച 45 കോടി രൂപ ഗോവ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചെന്നും തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്ന് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ വിധിയിൽ പറഞ്ഞു. നയരൂപീകരണത്തിലും അതിന് പ്രത്യുപകാരം ആവശ്യപ്പെടുന്നതിലും അദ്ദേഹം ഭാഗമായിരുന്നുവെന്നാണ് വിധിയിൽ പറയുന്നത്. നന്ദി.